അങ്ങനെ നമ്മൾ പാലക്കാട് ലുലുമാൾ വിസിറ്റ് ചെയ്തതിന് ശേഷം നേരെ വന്നത് വേറെ എങ്ങോട്ടല്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം, മലമ്പുഴയിലേക്കാണ്. എനിക്ക് എങ്ങനെ പോയാലും മലമ്പുഴയ്ക്ക് കറങ്ങി തിരിഞ്ഞ് എത്താനൊരു യോഗമുണ്ട്. അത് പിക്കാൻ്റെ കൂടെ വരികയാണെങ്കിലും പണ്ട് ഫാമിലിയിൽ നിന്ന് പോവുകയാണെങ്കിലും ഒക്കെ ഈ ഒരു മലമ്പുഴ ഉറപ്പാണ് കേട്ടോ. അവിടെയൊക്കെ പോകാൻ മാത്രമേ യോഗം ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ വന്ന പാടന്നെ തൊപ്പികൾ ഇങ്ങനെ വെക്കണ കണ്ടപ്പോൾ സനു 2 പേർക്കും ഓരോ കളറിൽ തൊപ്പികൾ എടുത്തിട്ടാണ്. ഇഷ്ടമായോ? അപ്പോൾ ഐറൂന് അത് വെച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നല്ലോണം വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, കാരണം വന്നിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചോളോനും അതുപോലെ തന്നെ കപ്സിൽ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മാങ്ങ ഉണ്ടാവും വിചാരിച്ചു, പക്ഷെ അതില്ല. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ വാങ്ങിയിട്ട് അങ്ങനെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് തണുത്ത എന്തെങ്കിലും കുടിക്കാൻ വിചാരിച്ചിട്ട് കാക്കു ഫാൻഡ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ തണുത്ത എന്തെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട് ഇതങ്ങനെ ചെയ്തു. പിന്നെ നമ്മൾ എണ്ണക്കടിയൊക്കെ ഓർഡർ ചെയ്ത് മുട്ടപ്പച്ചിയും വടയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വട നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ കഴിക്കുന്ന എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും, അല്ല എൻ്റെ വായ പൊള്ളിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ വന്നു, പാൽ ചായ എല്ലാവർക്കും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മുട്ടപ്പച്ചിയും അങ്ങനെ വടയൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചിരുന്നു. അപ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐറൂസിനും ഹിസുവിനും നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നമ്മൾ ഒരു പഴംപൊരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐറു ഉമ്മാനെ തൊരം കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴംപൊരി കൊടുത്തപ്പോൾ അവൾ ഓക്കെ. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ചായയൊക്കെ കുടിച്ചിരുന്നു. അപ്പോൾ തന്നെ വയറൊക്കെ അത്യാവശ്യത്തിന് ഫുള്ളായി. പിന്നെ നമ്മൾ നേരെ ഉള്ളിലോട്ട് കയറാനായിട്ട് നിന്നു. അപ്പോൾ പോകുന്ന വഴി നല്ല ക്രിസ്മസ് ട്രീസ് കണ്ടിട്ടോ. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞിയതാണ്, പ്ലാസ്റ്റിക്കിൻ്റെ, പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സനുവിനെ കാണാനില്ല, അവൾ വേഗം ചെരുപ്പെടുക്കാനായിട്ട് ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ 200 രൂപ എത്ര ഉണ്ടാകുന്നുള്ളൂ തോന്നുന്നു. നല്ല ഭംഗിയുള്ള ചെരുപ്പുകളുണ്ടായിരുന്നു. പിന്നെ ഞാനൊന്നും എടുക്കാൻ നിന്നില്ല, എനിക്ക് ഓൾറെഡി ചെരുപ്പുകളുണ്ട്, പിന്നെ അതിൻ്റെ ആവശ്യം തോന്നിയില്ല. അപ്പോൾ പിന്നെ അവൾ സെലക്ട് ചെയ്ത് നോക്കിയിട്ട് അതിന്ന് ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ സെലക്ട് ചെയ്യുന്ന നേരം കൊണ്ട് ഞാൻ എന്തായാലും അവിടെ ഇരിക്കില്ല, അപ്പോൾ ഞാൻ ഓരോന്ന് വീഡിയോസ് എടുക്കുക വിചാരിച്ചു. ഇതൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ടോയ്സ് ആട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. പാണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതുപോലെ കടുവ, പിന്നെ കുറേ പട്ടിക്കുട്ടികളും ഇതൊക്കെ ആയിട്ട് വേറൊരു സൈഡിലുണ്ട്. അപ്പം അങ്ങനെ അവിടുന്ന് അതൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ സ്നേക്ക് പാർക്കിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടും ഇതുപോലെ ഉപ്പിലിട്ട ഐറ്റംസും അതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സും മാംഗോസും ഒക്കെയുള്ള ഷോപ്സ് ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരുപാട് ഷോപ്സ് നമ്മൾ മലമ്പുഴയിൽ വന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മളങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള മാംഗോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് മുളകും പൊടിയൊക്കെ ഇട്ടിട്ടാണ് കഴിക്കാൻ തരിക. അപ്പോൾ അങ്ങനെ അത് വാങ്ങിയിട്ട് കഴിച്ചിട്ട് നമ്മൾ നേരെ പാർക്കിലോട്ട് പോവാണ്. അപ്പോൾ കറക്റ്റ് ക്ലോസ് ചെയ്യാറായിട്ടുണ്ടായിരുന്നു ടൈം. നമ്മളാണ് ലാസ്റ്റ് അവിടെ നിന്ന് പോരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ബ്രദർ ടിക്കറ്റ് എടുക്കാനായിട്ട് അവന് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ പാമ്പുകളെ കാണാനായിട്ട് കയറി. ഞാൻ മലമ്പുഴയ്ക്ക് ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ നാട്ടിൽ കാണാം. ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, സ്നേക്ക് പാർക്കിലോട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ പാമ്പുകളും ഉറങ്ങിക്കിടക്കുകയായിരുന്നു കേട്ടോ. ഒക്കെ ഒരു മൂലയ്ക്കും ഓരോ സൈഡിലായിട്ട് ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട്. പക്ഷേ ഇവന് മാത്രം 10 വിടർത്തിയിട്ട് നീച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാർക്ക് ഫോട്ടോ പോസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കണ്ട് നോക്കുമ്പോഴാണ് ഒരു ആമ ഇതുപോലെ പതുക്കെ ഇഴഞ്ഞ് വരുന്നത്. ഇതിനെ കണ്ടപ്പോൾ ആമയും മായാലും കഥ ഓർമ്മ വന്നിട്ടോ. അതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പിന്നെ ഹിസുവിനും ഇവൾക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വെച്ച് കളിപ്പാട്ടങ്ങളുടെ സൈഡിലേക്ക് വന്നു. അപ്പോഴാണ് ഈ സൈഡിൽ ഒരുപാട് ബബിൾസ് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നിട്ട് കാണാൻ. അപ്പോൾ മലമ്പുഴയിൽ വന്നാൽ നമ്മൾ ഫോട്ടോ എടുക്കാനുള്ള സെക്ഷനാണ്. ഐ ലവ് മലമ്പുഴ എന്ന് പറഞ്ഞിട്ട് എൻട്രൻസിൽ തന്നെ ഉള്ളതാണ്. പക്ഷേ ഒരുപാട് ആൾക്കാർ നിന്നിട്ട് ഫോട്ടോ എടുക്കാമെന്നു. കുറച്ചൊക്കെ ഒന്ന് തിരക്ക് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അങ്ങനെ ഈ ഐറൂസിനും പമ്പരം കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ അതൊന്ന് വാങ്ങി. പിന്നെ നമ്മൾ പാലക്കാട് തിരിച്ച് വരുന്ന വഴി കടമ്പായിപ്പുറം എത്തിയിട്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, ലേറ്റ് എന്നല്ല ഒരു 8:00 ആയിട്ടുണ്ടായിരുന്നു നമ്മളെത്തിയപ്പോൾ. അപ്പോൾ നോർമലി തിരക്കൊക്കെ ഉണ്ട്, പക്ഷേ നല്ല ഭംഗിയുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. നല്ല സീലിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ വാഷ് ചെയ്യാനായിട്ട് അങ്ങനെ വാഷ്റൂമിൽ വന്നിട്ട് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാറിൽ ഇരുന്നിട്ട് ഐറോസ് ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവൾക്കൊരു ഉറക്ക ചിത്താന്തം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ കയറിയിരുന്നു എന്താ ഫുഡ് വേണ്ടതെന്ന് ഇങ്ങനെ ഓർഡർ ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അൽഫാം മന്തി, അതുപോലെ തന്നെ ബട്ടർ നാൻ, പിന്നെ ബീഫിൻ്റെ എന്തൊരു ഗ്രേവി,
പിന്നെ അതുപോലെ തന്നെ ബ്രോസ്റ്റഡ് ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഐറോസിന് ഞാൻ ഹൈ ചെയർ വേണമെന്ന് പറഞ്ഞിട്ട് അവരത് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. അവൾ അതിലിരുത്തിയപ്പോൾ തന്നെ ബാക്ക് സൈഡ് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ അവൾ പേടിച്ചു കേട്ടോ. അപ്പോൾ എന്നെ കരയാൻ നിർത്തിയപ്പോൾ ഞാൻ അവളുടെ അടുത്ത് ഇമ്മാൻ്റെ അടുത്ത് തന്നെ കൊടുത്തു. ഹിസ് ഇവിടെ ഓരോന്ന് കാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പ്ലേറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് എന്ന് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, അടിപൊളി ഫുഡാണ് കേട്ടോ. നല്ല എന്താ പറയുക, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. മന്തിയാണെങ്കിലും എന്താണെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഐറോനെ മാറ്റി നമ്മൾ ഹിസുവിന് ഹൈ ചെയറിൽ ഫിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ സാലഡ്, മയോണീസ്, അതുപോലെ തന്നെ ചട്നി എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതൊക്കെ വന്നാൽ വീഡിയോ എടുക്കേണ്ട ചുമതല എനിക്കായതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബീഫ് ഞാൻ കൂട്ടാത്തതുകൊണ്ട് അത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതും അടിപൊളിയായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ മന്തി ഒക്കെ പ്ലേറ്റിലിട്ടിട്ട് നമ്മൾ മയോണീസ് പിന്നെ മുഖ്യമാണല്ലോ, മയോണീസും കൂട്ടിയിട്ട് അൽഫാമിൽ നിന്ന് കുറച്ചൊരു പീസ്, ചെറിയ പീസാണ് ഉള്ളിയപ്പോൾ കിട്ടിയത്, ഇങ്ങനെ അതെടുത്തിട്ട് കഴിച്ചു നോക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിക്കൽ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ബ്രോസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊന്നും ഒരു പീസ് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോകാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ പോകാനായിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഐസ്ക്രീം നമ്മളെ കണ്ണിലോട്ടിങ്ങ് ആകർഷിച്ചത്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞത് മേഴ്സലിയാണ്. അതിൽ ടെൻഡർ കോക്കനട്ടാണ് ഏറ്റവും ഫേവറേറ്റ്. അപ്പോൾ പിന്നെ നമ്മൾ അതൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ക്ഷമയില്ലാത്തതുകൊണ്ട് സനു കാറിൽ കയറിയപ്പോൾ തന്നെ അത് പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഐറൂനും വേണം പറഞ്ഞിട്ട് അവൾക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ടാറ്റാ.